പ്രതിപക്ഷം ശക്തമായി എതിർക്കും തോറും ഭരണഘടനാ ഭേദഗതി ബിൽ അതായത് 130-ാം ഭേദഗതി ബിൽ എത്രയും വേഗം തന്നെ പാസ്സാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഈ ബില്ല് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സ്വന്തമായി കൊണ്ടുവന്ന ബില്ലാണ്. നേരത്തെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 39-ാമത് ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരെല്ലാം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയിരുന്നു. എന്നാൽ ഈ നിയമത്തെ തച്ചുടയ്ക്കുന്ന ബില്ലാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ല് ദഹിക്കാത്ത പ്രതിപക്ഷമാകട്ടെ അതിന്റെ പേരിൽ സഭയിൽ അതുപോലെ സഭയ്ക്കും അതിന് പുറത്തും വലിയ ബഹളങ്ങൾ സൃഷ്ടിച്ച് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന ഗുരുതരമായ കുറ്റത്തിന് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ അവർ സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരുമെന്നായിരുന്നു ബില്ലിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭരണഘടനാ ധാർമ്മികതയും പൊതുജന വിശ്വാസവും നിലനിർത്തുന്നതിനാണ് ബില്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണകക്ഷിയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ തന്നെ എല്ലാ നേതാക്കൾക്കും ഇത് ഒരുപോലെ തന്നെ ബാധകമായിരിക്കും. ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോ അല്ലെങ്കിൽ നേതാവിനോ ലക്ഷ്യം വെക്കാനാവുന്ന ബില്ലല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷാ ഈ ഒരു ബില്ലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കോൺഗ്രസിലെയും പ്രതിപക്ഷത്തിലെയും പലരും ബില്ല് പാസ്സാക്കാൻ ധൈര്യത്തോടെ പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ബില്ലിൽ വിശദമായ പരിശോധനയ്ക്കായി തന്നെ 31 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ട് എന്നും അവർ അതിൽ ശുപാർശകൾ നൽകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബില്ല് പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും കോൺഗ്രസിലെയും പ്രതിപക്ഷത്തിലെയും നിരവധി പേർ ഇതിനെ പിന്തുണയ്ക്കുകയും ധാർമ്മിക നിലവാരം നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നും അമിത്ഷായുടെ അടിവരയിട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് ഈ ബില്ലിൽ പ്രധാനമന്ത്രി സ്ഥാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇന്ദിരാഗാന്ധി 39-ാം ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരെല്ലാം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ജയിലിലായാൽ രാജിവെക്കേണ്ടി വരുമെന്ന് നരേന്ദ്രമോദിജി തനിക്കെതിരെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ഈ ബില്ലിലൂടെ BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെയാണ് ഇപ്പോൾ അമിത്ഷാ വ്യക്തമായി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഈ ബില്ലിന്റെ ദുരുപയോഗം കോടതികൾ തടയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ED ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കുമെതിരെ 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം ചാർത്തി FIR രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജയിലിലാക്കുവാനും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം. കുറ്റകൃത്യങ്ങൾക്ക് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജാമ്യവേളയിൽ കേസിൽ തെളിവ് പരിശോധിക്കാൻ കോടതിക്ക് കഴിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷണ ഏജൻസിക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടും ജാമ്യം നിഷേധിക്കണമെന്ന കർശന നിലപാട് സ്വീകരിക്കുവാനും കഴിയും. അന്വേഷണ ഏജൻസിയെ വിശ്വാസത്തിലെടുക്കുന്ന കോടതി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വ്യക്തി മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിരിക്കുമെന്നുള്ള അക്കാരണത്താൽ തന്നെ അന്വേഷണത്തിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന ഒരു അന്വേഷണ ഏജൻസിയുടെ വാദം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അയക്കാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഗുബുനന്ദുരുചി മാട്ടിൽ വക്കാലക്ക ഓഫർ.